ഹലോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്ന ടോപ്പിക്ക് പി എഫ് എനെ കുറിച്ചാണ്. പി എഫ് എ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. പി എഫ് എ എന്ന് വെച്ചാൽ പീപ്പിൾ ഫോർ ആനിമൽസ് എന്നാണ്. ഞാൻ ആക്ച്വലി പി എഫ് എ ട്രിവാൻഡ്രത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ട്രിവാൻഡ്രം പി എഫ് എ ആണ് കൂടുതൽ അറിയാവുന്നത്. പി എഫ് എ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളത്തിലുണ്ട്, കൊല്ലത്തുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പി എഫ് എ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. പി എഫ് എ എന്ന് പറയുന്നത് ഒരു 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 ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അപ്പം അവർക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സർവീസസും ഉണ്ട്. ലൈക്ക് അവർക്ക് ഹോസ്പിറ്റലുണ്ട്, ഷെൽട്ടറുണ്ട്, മൈനർ സർജറീസ് അവർ ചെയ്തു തരാറുണ്ട്, വാക്സിനേഷൻ ഡ്രൈവ് ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഉണ്ട്, പിന്നെ അഡോപ്ഷൻ ഉണ്ട്, റെസ്ക്യൂ ഉണ്ട്, പെറ്റ് റെസ്ക്യൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ചിലർ പെറ്റ് ലവേഴ്സ് ആയിരിക്കാം, ചിലർ പെറ്റ് ലവേഴ്സ് അല്ലാത്തവരായിരിക്കാം, ചിലർ പെറ്റ് ലവേഴ്സ് അല്ലെങ്കിലും എവിടെയെങ്കിലും ഒരു പെറ്റിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഒരു ഡോഗോ ക്യാറ്റോ എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും പറ്റി, മുറിവോ ചതവോ പറ്റി കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം. ട്രിവാൻഡ്രത്തോ അങ്ങനെ എവിടെയാണെങ്കിലും ശരി, അവർ ജസ്റ്റ് ഒന്ന് കോളപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ തന്നെ അവരുടെ അഡ്രസ്സും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അവരൊന്ന് കോൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു ഗൈഡൻസ് അവർ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കണം, ആരെങ്കിലും ഒന്ന് വിളിച്ച് ഇതിനെക്കുറിച്ച് പറയണം, ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്നവരെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അല്ലാത്തവർ ഗൂഗിളിൽ നോക്കുക, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ട്രിവാൻഡ്രം പി എഫ് എ ഒരു അടിപൊളി ഒരു ഓർഗനൈസേഷനാണ്. ലൈക്ക് ദ വെരി പീപ്പിൾ ഫ്രണ്ട്ലി. എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് അവർ ഞാൻ ഡയറക്റ്റ് വോളണ്ടിയർ അല്ല. ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ ഡയറക്റ്റ്ലി. ബിക്കോസ് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതും കൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഒന്നിലും പങ്കെടുക്കാറില്ല. ബട്ട് ഐ ഡു ഹാവ് കോൺടാക്റ്റ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ പറയാറുണ്ട്. ഒരുപാട് പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെറ്റ്സിൻ്റെ ആവശ്യങ്ങൾക്ക്. സോ എന്തെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്താലും മതി കേട്ടോ, എന്നെ അറിയാവുന്നവർ. അപ്പം മെയിൻ തിങ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് അതുപോലെ അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും അവർക്ക് പെറ്റ്സ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ഓഫ് പെറ്റ്സ് ഉണ്ട്, ഷെൽട്ടേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മൈനർ സർജറീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം എവിടെയെങ്കിലും ഒരുപാട് പെറ്റ്സ് അഥവാ ക്യാറ്റോ ഡോഗോ എന്തെങ്കിലും ഒരുപാട് ഇതുപോലെ കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ എടുക്കണം, കാരണം എടുത്തില്ലെങ്കിൽ ഇവിടെ നോക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും യു ക്യാൻ കോൾ ദം അപ്പ്, അവർ പറയും. പക്ഷേ വൺ തിങ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളത് വാക്സിനേഷനാണ്. കാരണം എന്താ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കുറേ പെറ്റ്സിനെ കുറേ പപ്സിനെ കൊണ്ടുപോകാമെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ. അപ്പം നമ്മൾ അവിടെയുള്ള പപ്സോ അവിടെയുള്ള ആനിമൽസ് എല്ലാം ഹെൽത്തി ആയിരിക്കും. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന പപ്സിന് മേ ബി എന്തെങ്കിലും വയ്യാഴികയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിനും അത് കിട്ടും. അതുകൊണ്ടാണ് അവർ വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരെ ആദ്യം പ്രിഫർ ചെയ്യും. പിന്നെ അവരവിടെ അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാക്സിൻ കൊടുത്തോളാം. ബട്ട് ഈ പറയുന്ന പോലെ അവർക്ക് നിങ്ങൾക്ക് അത് പേ ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, അവർക്ക് എല്ലാ സാറ്റർഡേയ്സും ശംഖുമുഖം ബീച്ചിൽ പീപ്പിൾ ഫോർ ആനിമൽസിൻ്റെ അഡോപ്ഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട് എല്ലാ സാറ്റർഡേയ്സും. സോ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് അവരെ വിസിറ്റ് ചെയ്ത് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ദിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അങ്ങനെ വോളണ്ടിയർ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവിടെ അറ്റ്ലീസ്റ്റ് താല്പര്യമുള്ളവർ അറ്റ്ലീസ്റ്റ് വൺസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ശംഖുമുഖത്തെ ആ ഡ്രൈവ്. ഒരുപാട് പേര് വന്ന് അഡോപ്റ്റ് ചെയ്ത് എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാമെന്ന് വെച്ചത്,
ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു പെറ്റ് ലവറാണ് കേട്ടോ. എനിക്ക് ബാക്ക് ഇൻ ചെന്നൈ ഒരു പെറ്റുണ്ട്. അത് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ ബാച്ചിലറായിട്ട് താമസിച്ച സമയത്ത് ഞാൻ വാങ്ങിച്ച ഒരു പെറ്റായിരുന്നു. ബട്ട് ആഫ്റ്റർ മാരേജ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ നോക്കുന്നത്. സോ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ എനിക്ക് ആവശ്യം വന്നതിന് എല്ലാത്തിനും ഞാൻ PFA കോൺടാക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. സോ അത് കഴിഞ്ഞാണ് ഞാൻ മൂവ് ആയ സ്ഥലത്തോട്ട് ഇപ്പം ഞാൻ മൂവായ സ്ഥലത്ത് ഉള്ളത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ അബ്യൂസ് എനിക്ക് കാണാൻ പറ്റത്തില്ല, അനിമൽ അബ്യൂസ് എനിക്ക് കാണാൻ പറ്റത്തേ ഇല്ല. സോ ഞാൻ വന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ 2 ഡോഗ്സിനെ ഇതുപോലെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ഥിരം. ഒരാളെന്നും കള്ളു കുടിച്ചിട്ട് വന്ന് ആ ദേഷ്യം കാണിക്കുന്ന മൊത്തം ആ പെറ്റിനോടായിരുന്നു. ബട്ട് പുള്ളി ഫുഡും കൊടുക്കാറുണ്ട് കേട്ടോ, ഫുഡും കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് അടിക്കുന്നതുകൊണ്ട് ഉപദ്രവിക്കുന്നതുകൊണ്ട് ചില സമയത്ത് ആ ലീഷ് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് കാണാം, ചെയിന് പിടിച്ച് തിരിക്കുന്ന കാണാം, മറിക്കുന്ന കാണാം. അങ്ങനെയൊക്കെ കുറേ ഞാൻ കണ്ടു. ആ സമയത്തായിരുന്നു ഞാൻ ഇതുപോലെ ഞാൻ കോൺടാക്റ്റ് ചെയ്ത് എനിക്ക് ഒരു മാം ഹെൽപ്പ് ചെയ്ത് ത്രൂ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ആ മാമിനെ കോൺടാക്റ്റ് ചെയ്ത് മാം എനിക്ക് നമ്പർ തന്ന് ഞാൻ അനോണിമസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഏരിയയ്ക്ക് ഞാൻ പുതിയതാണ്, സോ എൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. അനോണിമസ് ആയിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്തു. അവർ അനോണിമസ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും എന്നോട് കൂടുതൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കുക. ഇറ്റ് കുഡ് ഓൾസോ ബി എ ഫേക്ക് കോൾ, റൈറ്റ്? അപ്പം അവരെന്നോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഏതാ ചോദിച്ചു. ലൈക്ക് ഞാൻ പറഞ്ഞിട്ട് അവർ എന്നോട് കുറച്ച് ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു കേട്ടോ, കൺഫേം ചെയ്യാൻ വേണ്ടി. കുറച്ച് ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തു എൻ്റെ കയ്യിലുള്ളത്. കാരണം പ്രോപ്പർ അബ്യൂസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം രാത്രിയാണ്. രാത്രി ഈ പറയുന്ന പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഇരുട്ടത്തൊക്കെ ആയിരുന്നു. സോ ഞാൻ അയച്ചു കൊടുത്തു. നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഉച്ച ആയപ്പോൾ തന്നെ അവരുടെ ടീം വന്ന് വിത്ത് പോലീസ് അവർ വന്ന് 2 പെറ്റിനെ അവർ റെസ്ക്യൂ ചെയ്തു. ഞാൻ എൻ്റെ ഐ വിറ്റ്നസ് ആണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 പെറ്റിനെ അവർ റെസ്ക്യൂ ചെയ്ത് ആ ആളെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ ആ 2 പെറ്റിനെ അവർ ട്രീറ്റ് ചെയ്ത് അവരുടെ ഷെൽട്ടറിൽ ട്രീറ്റ് ചെയ്ത് അവരെ ആവശ്യമുള്ള വാക്സിനേഷൻ എല്ലാം കൊടുത്ത് എനിക്കവർ അഡോപ്റ്റും ചെയ്ത് 2 കുട്ടികൾ വന്ന് 2 ബോയ്സ് വന്ന് 2 പെറ്റിനെ അഡോപ്റ്റ് ചെയ്ത ഫോട്ടോസും എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് പറഞ്ഞ് ദേ ആർ ഓൾ സേഫ്, അവരെ അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സോ അങ്ങനത്തെ ഒരു പെറ്റ് റെസ്ക്യൂ എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. അന്ന് മുതലാണ് എനിക്ക് ഈ PFA ആയിട്ട് കൂടുതലൊരു ബന്ധം ഉണ്ടായി തുടങ്ങുന്നത് കേട്ടോ. ഇപ്പം പിന്നെ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ എന്നെ റീച്ച് ചെയ്യാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അല്ലെ ആക്സിഡൻറ്റ്സ് അവിടെ ഇതുപോലെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെ ഇവിടെ നടന്നിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ലൈക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും ലീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോൺടാക്റ്റും എനിക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റാത്തതും കൊണ്ടാണ് എനിക്ക് ഡയറക്റ്റായിട്ട് PFAയിലെ ഒരു മെമ്പർ ആവാൻ പറ്റാത്തത്. ബട്ട് ഈ പറയുന്ന പോലെ ഞാൻ കോൺടാക്ട്സ് വഴി എല്ലാം ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലും പെറ്റ്സിൻ്റെ ഹെൽപ്പ്, അല്ലെ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെറ്റ്സിന് ഷെൽട്ടർ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡ്രസ്സൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ മതി കേട്ടോ. ഗൂഗിളിൽ നോക്കിയാൽ അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അടിപൊളി ടീമാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നിങ്ങളവരോട് സംസാരിച്ചാൽ മനസ്സിലാവും. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കുക, എന്നെ അറിയാവുന്നവരെ എന്നെ അറിയിക്കുക. ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഒരുപാട് പേർക്ക് ഇങ്ങനെ അഡോപ്ഷൻ ഡ്രൈവ് ഉള്ളതും ഇങ്ങനെ PFA ഉള്ളതും ഒന്നും അറിയത്തില്ല. ബിക്കോസ് റീസെൻ്റ്ലി കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഉണ്ടോ, അങ്ങനെ ചെയ്യുമോ, ഓക്കെ ദാറ്റ്സ് നൈസ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ സോ ഞാൻ വിചാരിച്ചു വൈ നോട്ട് എ വീഡിയോ, ലെറ്റ്സ് ടെൽ ഇറ്റ് ടു പീപ്പിൾ എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നൊരു കണ്ടൻറ്റ്. വേറൊരു കണ്ടൻറ്റുമായി ഞാൻ ഇനി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.